ചാപ്റ്റർ 12 അറ്റ് എ ഗ്ലാൻസ് ഉള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. നോക്കൂ. ദേ ടുക്ക് വെസൽ ഫ്രം ദ സ്കൂൾ കിച്ചൺ ആൻഡ് മെയ്ഡ് ഫ്രൂട്ട് സലാഡ് ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് അതർ. എന്താണ് ഇവരെന്താക്കി സ്കൂളിലേക്ക് എന്താണ് സ്കൂൾ കിച്ചണിൽ നിന്ന് എന്താക്കുക അവർ വെസൽസ് എടുത്തു അല്ലേ അവർ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ എന്താക്കി ഷെയർ ചെയ്തു അല്ലേ. ക്യാൻ യു ഓൾസോ മേക്ക് ഫ്രൂട്ട് സലാഡ്? നിങ്ങൾക്കും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ കഴിയുമോ? വാട്ട് വെസൽസ് വുഡ് യു ടേക്ക് ഫ്രം ദ കിച്ചൺ? എന്തൊക്കെ വെസൽസ് ആയിരിക്കും നിങ്ങൾ എടുക്കുക? റൈറ്റ് ഇൻ ദ ടേബിൾ ബിലോ. ആ ടേബിളിൻ്റെ താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐറ്റംസ് ഇത് എത്ര എടുത്തിട്ടുണ്ടെന്ന് എണ്ണ എഴുതാനും ഇത് എത്രണ്ണാണ് എടുത്ത് എണ്ണ എഴുതുക. ഒന്ന് മതിയാവില്ല നിങ്ങൾ ക്ലാസ് മാത്രമാകുമ്പോൾ അല്ലേ ഇത് ഒന്ന് മതിയാവും. പാത്രം എത്ര വേണ്ടി വരും ഷെയർ ചെയ്യാൻ സപ്ലൈ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ രണ്ടൊക്കെ എടുക്കാം നമുക്ക്. അതുപോലെ കയ്യിൽ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിലും രണ്ടെണ്ണം എടുക്കാം അല്ലേ. പിന്നെ ഇളക്കാനും ഒരു കയ്യിൽ വേണ്ടേ ഇതിലും വേണം അല്ലേ. അപ്പോൾ ഒരു 4 എടുക്കാം. ദെൻ ഐറ്റംസ് പിന്നെ സ്പൂണ് വേണം പിന്നെ ഒരു പ്ലേറ്റ് വേണ്ടി വരും അല്ലേ. അപ്പോൾ ഐറ്റംസ് എത്ര എന്നൊക്കെ എടുക്കുക. അറ്റ് മൈ ഹോം ഇനി നമ്മൾ വീട്ടിലുള്ള വെസൽസ് എത്ര ഉണ്ട്? നമ്പർ ഓഫ് വെസൽസ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിലുള്ള വെസൽസ് ഐറ്റം ഗ്ലാസ് നിങ്ങളുടെ വീട്ടിൽ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. എന്നിട്ട് ആ നമ്പർ അവിടെ എഴുതുക. ഇനി പ്ലേറ്റ് എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക നിങ്ങളെ വീട്ടിൽ അതവിടെ എഴുതുക. ഇനി അതുപോലെ കയ്യിൽ എത്ര ഉണ്ട് നോക്കിയാൽ എഴുതുക നിങ്ങൾ ആ നമ്പർ എഴുതുക. അതുപോലെ സ്പൂണ് വീട്ടിൽ എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് ആ നമ്പർ എഴുതുക. ഓക്കെ. അതുപോലെ എന്താ മൺചട്ടി വീട്ടിൽ എത്ര ഉണ്ടെന്ന് എണ്ണിയിട്ട് എഴുതുക. അതുപോലെ കലം വീട്ടിൽ എത്ര ഉണ്ടോയെന്ന് എണ്ണിയിട്ട് എഴുതുക. അതുപോലെ ബക്കറ്റ് വീട്ടിൽ എത്ര ഉണ്ടെന്നുള്ളത് എണ്ണിയിട്ട് എഴുതുക. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആണെങ്കിൽ എഴുതുക. കപ്പൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് എണ്ണം ഇതാക്കിയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ സ്നാക്സ്. ഇനി സ്നാക്സ് ആണ്. മിലാൻ വെന്റ് ടു ദ കിച്ചൺ ടു കൗണ്ട് ദ വെസൽസ് ഹിസ് മദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം ഹിസ് ഫേവറേറ്റ് സ്നാക്ക്. മിലാൻ എന്താക്കി അവൻ്റെ വെന്റ് ടു ദ കിച്ചണിലേക്ക് ഓടിയില്ല. ടു കൗണ്ട് ദ വെസൽസ് എണ്ണാൻ വേണ്ടിയിട്ട് എന്താക്കി കിച്ചണിലേക്ക് ഓടിയില്ലേ. ഹിസ് മദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. അപ്പോൾ എന്താ അവൻ്റെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ല. ഹിസ് ഫേവറേറ്റ് സ്നാക്കാണത്. എന്താണ് പലഹാരങ്ങളിലെ മിലൻ പാത്രങ്ങളുടെ എണ്ണം നോക്കാൻ അടുക്കളയിലേക്ക് പോയി. അമ്മ അവൻ്റെ ഇഷ്ട പലഹാരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? എൻ്റെ പിറന്നാളല്ലേ എല്ലാ കൂട്ടുകാർക്കും ഉണ്ണിയപ്പം കൊടുക്കണം എന്ന് പറയുകയാണ് അല്ലേ. എന്താണ് ഇറ്റ്സ് മൈ ബർത്ത്ഡേ ഐ വിൽ ഗീവ് ഉണ്ണിയപ്പം ടു ഓൾ മൈ ഫ്രണ്ട്സ്. എൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് എന്താണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ണിയപ്പം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. മിലാൻ വെൻ ടു ഹിസ് ക്ലാസ് വിത്ത് ഉണ്ണിയപ്പം. അങ്ങനെ മിലാൻ എന്താക്കി ഉണ്ണിയപ്പം കൊണ്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് പോയി അല്ലേ. ഐ ലൈക്ക് ഇലയട മോർ. ഇതിലും ഇഷ്ടം എനിക്ക് എന്താണ് ഇലയടയാന്ന് ഈ കുട്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ഫേവറേറ്റ് സ്നാക്ക്. മേക്ക് എ ടേബിൾ ഓഫ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് ഈച്ച് സ്നാക്ക് യൂസിങ് പിക്ചേഴ്സ് ലൈക്ക് ദിസ്. എന്താ പറയുന്നത്? മില ഉണ്ണിയപ്പം ക്ലാസ്സിലെത്തി. അപ്പോൾ എനിക്ക് ഇലയടയാണ് ഇഷ്ടം എന്ന് കുട്ടി പറഞ്ഞില്ലേ. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കൂട്ടുകാരുടെയും ഇഷ്ട പലഹാരം ചോദിച്ചറിയാം. ഓരോ പലഹാരവും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എന്താണ് ഈ ചിത്രരൂപത്തിൽ പട്ടികപ്പെടുത്തി. ഈ ചിത്രരൂപത്തിൽ ഇപ്പോൾ പലഹാരം എന്താ ഇലയുടെയാണ് ഇഷ്ടമെങ്കിൽ ആ കുട്ടികൾക്ക് രണ്ട് കുട്ടികൾക്കാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനത്തെ 2 ചിത്രം ഇവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ. അതുപോലെ എന്താ നെയ്യപ്പാണ് ഇഷ്ടമെങ്കിൽ എത്ര 3 കുട്ടികൾക്കാണെങ്കിൽ 3 ഇങ്ങനത്തെ ചിത്രം വരച്ചു കൊടുക്കുക. എത്ര ആൾക്കാർക്കാണോ ഇഷ്ടം അത്രയും ആ ചിത്രം വരയ്ക്കുക. ഓക്കെ. സ്നാക്സ് ഇലയുടെ ഇഷ്ടമുള്ളവർ അത്രയും എന്താണ് ഇത് വരയ്ക്കുക. അതുപോലെ നെയ്യപ്പം 3 ആൾക്കാണത്തെ 3 വരയ്ക്കുക. ഇവിടെ എന്താ ഉഴുന്നുവട എത്ര ആൾക്കാണോ ഇഷ്ടം ഒരാൾക്കാണ് ഇഷ്ടമെങ്കിൽ എന്താ ഇങ്ങനത്തെ ഒരു ചിത്രം ഇവിടെ വരയ്ക്കുക. ബോണ്ട് എത്ര കുട്ടികൾക്കാണോ ഇഷ്ടം അത്രയും വരയ്ക്കുക. ഉണ്ണിയപ്പം എത്ര കുട്ടികൾക്ക് ഇഷ്ടമുണ്ട് അത് വരയ്ക്കുക. പരിപ്പ് വട അതുപോലെ ഉള്ളിവട ഒക്കെ എത്രയാണോ ഇഷ്ടം ഉള്ളത് ആൾക്കാരെ എണ്ണം വെച്ച് വരയ്ക്കുക കേട്ടോ. ഇനി ഇവിടെ ഒരാൾക്ക് മാത്രം ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് ഏതെങ്കിലും ഒന്ന് ഇതിൽ പെടാത്ത ഒരു ഐറ്റംസ് നിങ്ങൾ ഇതാ പഴംപൊരി വേണമെങ്കിൽ കൊടുക്കുക അല്ലേ. പിന്നെ വേറെ എന്താ കൊടുക്കുക? എന്താ കായപ്പം കൊടുക്കുക. ഓക്കെ. അതൊക്കെ കൊടുക്കുക. വിച്ച് സ്നാക്ക് ഈസ് ലൈക്ക്ഡ് ബൈ ദ മോസ്റ്റ് നമ്പർ. അപ്പോൾ നിങ്ങൾ ഇത്രയും കൂടുതൽ ഇതിൽ എഴുതിയല്ലോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിച്ച് സ്നാക്ക് ഈസ് ലൈക്ക്ഡ് ബൈ ദ മോസ്റ്റ് നമ്പർ. കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെട്ട പലഹാരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക നിങ്ങൾ എത്ര കുട്ടികൾക്കാണോ കൂടുതൽ ഏതാണോ ഇഷ്ടം. ചിലപ്പോൾ എന്താണ് ഇലയുടെ 4 ആൾക്ക് കഴിക്കും, നെയ്യപ്പം 3 ആൾക്ക് കഴിക്കും, ഉഴുന്നുവട ഒരാൾക്ക് കഴിക്കും, ബോണ്ട 10 ആൾക്ക് കഴിക്കും അല്ലേ. അപ്പോൾ കൂടുതൽ എണ്ണ ഏതാണോ 10 ആണെങ്കിൽ അത് എന്താ ബോണ്ടാന്ന് കൊടുക്കുക. കൂടുതൽ ഏത് സ്നേക്കാണ് കൂടുതൽ ഇഷ്ടമല്ലേ. അപ്പോൾ ഏതാ ബോണ്ടാന്ന് എഴുതുക. ഏതാണോ നിങ്ങൾ നോക്കുക എണ്ണം നോക്കുക എന്നിട്ട് എഴുതുക കേട്ടോ. ഹൗ മെനി എത്രയാണ്. അപ്പോൾ ഞാൻ 10 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 എന്ന് എഴുതുക അല്ലേ. നിങ്ങൾക്ക് അവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ നമ്പർ എഴുതുന്നുണ്ട് കേട്ടോ. ഹൗ മെനി ലൈക്ക് ഉഴുന്നുവട. അങ്ങനെ ഉഴുന്നുവട എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അല്ലേ. അപ്പോൾ ഉഴുന്നുവടനെ നേരെ നിങ്ങൾ എത്ര ആൾക്കാരെ ചിത്രമാണ് വരച്ചത് ആ നമ്പർ എണ്ണും എഴുതുക കേട്ടോ. വിച്ച് സ്നാക്ക് ഈസ് നോട്ട് ലൈക്ക്ഡ് ബൈ എനി വൺ. ആരും ഇഷ്ടപ്പെടാത്ത സ്നാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക കേട്ടോ. നിങ്ങളിങ്ങനെ ഇവിടെ എഴുതിയോ നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. റൈറ്റ് സം ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഇനി എന്താക്കുക ഇതുപോലെ നിങ്ങൾക്ക് എന്താക്കുക ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ആസ്ക് യുവർ ഫ്രണ്ട്സ് ഓൾസോ. നിങ്ങൾക്ക് എന്താക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക. എന്തൊക്കെ ഇത് ചോദിക്കുക. ഇതിൽ നിങ്ങൾക്ക്
പരിപ്പ് വടയാണോ ഉഴുന്ന് വടയാണോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അത് ചോദിക്കാം അല്ലേ. പിന്നെയോ പരിപ്പ് വട ആൻഡ് ഉഴുന്ന് വട. പിന്നെന്താ കൊടുക്കുക, വിച്ച് സ്നാക്ക് ഈസ് സ്ട്രൈക്ഡ് ബൈ ദ ലീസ്റ്റ് നമ്പർ, കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്നാക്കാണ്. പിന്നെ ഹൗ മെനി സ്റ്റുഡൻസ് സ്ട്രൈക്ക് പരിപ്പ് വട, ഹൗ മെനി സ്റ്റുഡൻസ് സ്ട്രൈക്ക് നെയ്യപ്പം, ഹൗ മെനി സ്റ്റുഡൻസ് സ്ട്രൈക്ക് ഇലയട, ഹൗ മെനി സ്റ്റുഡൻസ് സ്ട്രൈക്ക് നെയ്യപ്പം ദാൻ ഇലയട, നെയ്യപ്പത്തേക്കാൾ എന്താണ് ഇലയുടെ ഇഷ്ടം ഏതാന്നൊക്കെ ചോദിക്കുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താക്കാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ദെൻ ടോയ് വെഹിക്കിൾസ് ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ് ടോയ് വെഹിക്കിൾസ്. They went to the toy shop to buy a birthday gift for Milan. See the many toy vehicles in the picture. Draw as many pictures of each toy as there are in the shop. Write their number also. കളിവാഹനങ്ങൾ അല്ലെ. മിലന് പിറന്നാൾ സമ്മാനമായി കളിപ്പാട്ടം വാങ്ങാൻ അവർ കടയിലെത്തി. കളിവാഹനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ചിത്രം നോക്കൂ. ഓരോ വാഹനത്തിന്റെയും എണ്ണം വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ കാറിന്റെ ഉണ്ട്, ബസ് ഉണ്ട്, ജീപ്പ് ഉണ്ട്, എറോപ്ലെയിൻ ഉണ്ട്, സൈക്കിൾ ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ചിത്രം നിങ്ങൾ എന്താക്കണം, ഓരോ എണ്ണം വരച്ച് ചേർക്കുക. ഓരോ വാഹനത്തിന് എണ്ണം വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണം ഇവിടെ ഇതും വേണം. അപ്പൊ കാർ എത്ര ഉണ്ട് ഇതുള്ളത് നോക്കുക. കാർ എത്ര, കാറ് നോക്കൂ. 1 2 3 4 5 6 7 8 8 അല്ലേ. അപ്പൊ നിങ്ങൾ എന്താക്കുക, 8 കാർ ഇവിടെ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, ഇവിടെ 8 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, H എന്ന് എഴുതുക. 8 കാറ് ചിത്രം നിങ്ങൾ എന്താ വരയ്ക്കണം കേട്ടോ. ഇതുപോലെ എന്താണ് 8 കാറിന്റെ ചിത്രം വരച്ചിട്ട് ഇവിടെ 8 എന്ന് എഴുതുക. അടുത്ത എന്താണ്, ഇവിടെ ബസ്സാണ് അല്ലെ. ബസ് എത്ര ഉണ്ട് ഈ ചിത്രത്തിൽ നോക്കൂ. എത്ര ഉണ്ട് ബസ്? 1 2 ബസ്സേ ഉള്ളൂ അല്ലെ. അപ്പൊ 2 ബസ് നിങ്ങളിവിടെ വരച്ച് ചേർക്കുക. എന്നിട്ട് ഇവിടെ 2 എന്ന് എഴുതുക. ഓക്കെ, അടുത്ത ജീപ്പാണ് അല്ലെ. അപ്പൊ ജീപ്പ് നോക്കുക എത്ര ഉണ്ട്. 1 2 3 4 5. അപ്പൊ 5 അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ജീപ്പിന്റെ ചിത്രം വരയ്ക്കുക കേട്ടോ. 5 എണ്ണം ജീപ്പിന്റെ ചിത്രം വരെ വരയ്ക്കുക. എന്നിട്ട് ജീപ്പ് എണ്ണ എഴുതുക, 5 എന്ന് എഴുതുക. നെക്സ്റ്റ് എയറോപ്ലെയിൻ ആണ് അല്ലെ. എയറോപ്ലെയിൻ എത്ര ഉണ്ട് നോക്കൂ. എയറോപ്ലെയിൻ എവിടെയാ, 1 തന്നെ ഉള്ളൂ അല്ലെ. അപ്പൊ എയറോപ്ലെയിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്താ എയറോപ്ലെയിൻ്റെ ചിത്രം വരച്ചിട്ട് 1 എന്നുള്ള എഴുതുക കേട്ടോ. ഇനി ബൈസിക്കിൾ ആണ് അല്ലെ. സൈക്കിൾ എത്ര ഉണ്ട്. 1 2 3 4 5 6 7 8 ബൈസിക്കിൾ ആണ് അല്ലേ. അപ്പോൾ 8 ബൈസിക്കിളിൻ്റെ ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് 8 ഇവിടെ എഴുതുക കേട്ടോ. ഇനി ഓട്ടോറിക്ഷ എത്ര ഉണ്ട് നോക്കാം. ഓട്ടോറിക്ഷ 1 2 3 4 5 6 അല്ലേ. അപ്പോൾ 6 ഓട്ടോറിക്ഷൻ്റെ ചിത്രം നിങ്ങളിവിടെ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, 6 എന്നിവിടെ എഴുതുക. ഓക്കെ, ദെൻ വിച്ച് വെഹിക്കിൾ ഈസ് ദ ലീസ്റ്റ് നമ്പർ. ഇതിൽ ഏറ്റവും കുറവുള്ള ഏതാണ്? അപ്പോൾ നിങ്ങളിവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ ഓരോന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ കുറവുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ കുറവുള്ളത്? നമ്മൾ എണ്ണം നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കാറ് 8 എണ്ണം അല്ലേ. അപ്പോൾ 8 കാറ് വരയ്ക്കാനായിട്ട് നിങ്ങൾ ബസ് 2 എണ്ണമാണ്, 2 ബസ് വരയ്ക്കുക. കാറ് ജീപ്പ് എത്ര, 5 എണ്ണം, 5 ജീപ്പ് വരയ്ക്കുക. എയറോപ്ലെയിൻ 1 വരയ്ക്കുക. ബൈസിക്കിൾ 8 എണ്ണമാണ്, അപ്പോൾ ബൈസിക്കിൾ നിങ്ങൾ 8 എണ്ണം വരയ്ക്കണം. ഓട്ടോറിക്ഷ 6 ആണ്, അപ്പോൾ 6 ഓട്ടോറിക്ഷ. ഇനി നമ്മളെ ചോദ്യം നോക്കിയേ, വിച്ച് വെഹിക്കിൾസ് ഈസ് ലീസ്റ്റ് ഇൻ നമ്പർ. ഇതിൽ കുറവുള്ള നമ്പർ ഏതാണ്? 1 ആണ് അല്ലേ. ആ ഏതാണ്? എയറോപ്ലെയിൻ. അപ്പോൾ എയറോപ്ലെയിൻ എഴുതുക കേട്ടോ. പിന്നെ സെയിം നമ്പറിൽ ഏതാണ്? വിച്ച് വെഹിക്കിൾ ആർ സെയിം നമ്പർ. സെയിം നമ്പർ ഇതിൽ ഏതാണുള്ളത്? ഏതാ? 8 അല്ലേ. ആ ഏതൊക്കെയാണ്? കാറും ബൈസിക്കിളും അല്ലേ. അപ്പോൾ കാർ ആൻഡ് ബൈസിക്കിൾ എന്ന് പറയാം അല്ലേ. ഇനി നിങ്ങൾക്ക് എന്താക്കാം, ഇത് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം അല്ലേ. ഹൗ മെനി കാർസ് ആർ ഹിയർ, ഹൗ മെനി ബസ്സസ് ആർ ഹിയർ, പിന്നെ എന്താണ് ഹൗ മെനി മോസ്റ്റ് നമ്പർ vehicles are here അല്ലേ. പിന്നെ എന്താണ് ഹൗ മെനി ബൈസിക്കിൾസ് ആർ ഹിയർ, ഹൗ മെനി ഓട്ടോറിക്ഷസ് ആർ ഹിയർ അല്ലേ. എത്ര കാറുണ്ട്, എത്ര ബസ് ഉണ്ട്, എത്ര ജീപ്പ് ഉണ്ട്, എത്ര ബൈക്ക് ഉണ്ട്, സൈക്കിൾ ഉണ്ട്, എത്ര ഓട്ടോറിക്ഷ ഉണ്ട്, ഇതൊക്കെ ചോദിക്കുക അല്ലേ. പിന്നെ ഓട്ടോറിക്ഷയായിട്ട് കൂടുതൽ എത്ര സൈക്കിൾ ഉണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയിട്ട് എന്താക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒക്കെ എഴുതുക അല്ലേ. എത്ര ബസ്സുകളുടെ എണ്ണം എത്ര അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ. ഹൗ മെനി ബസ്സസ് ആർ ഹിയർ. ദെൻ അടുത്ത എന്താ നോക്കൂ. സോ മച്ച് ടു സീ. വാട്ട് തിങ്സ് ഡു യു സീ ഇൻ യുവർ സ്കൂൾ ബിൽഡിംഗ്? ഡോർസ്, വിൻഡോസ്, ബ്ലാക്ക് ബോർഡ്, ലൈറ്റ്സ്, ഫാൻസ്, സ്വിച്ചസ് ആൻഡ് സോ ഓൺ. മേക്ക് എ ടേബിൾ ഓഫ് ദിസ്. ഇതെല്ലാം കാണാമെന്നല്ലേ. നിങ്ങളുടെ സ്കൂൾ കെട്ടിടം നോക്കൂ, എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത്? ഡോറുണ്ട് അല്ലേ, പിന്നെ വിൻഡോ ജനലുണ്ട്, ഡോറുണ്ട്, വാതിലുണ്ട്, ബോർഡുണ്ട്, സ്വിച്ച് ബോർഡുണ്ട്, ഫാൻ, ലൈറ്റ് എന്നിങ്ങനെ എന്തെല്ലാം കാണല്ലേ. അത് നിങ്ങൾ ടേബിൾ ചെയ്യാനാണ് പറഞ്ഞത്, പട്ടികയിലാക്കാനാണ് പറഞ്ഞില്ല. ഇനം തിരിച്ചിട്ടില്ലേ. ഫസ്റ്റ് ഐറ്റംസ് ഏതാണ്? ജനൽ. എണ്ണം ചിത്രത്തിലൂടെ
എന്താണ് ചിത്രത്തിലൂടെ ജനലിന്റെ ചിത്രം വരയ്ക്കണം. ജനൽ എത്ര ഉണ്ട് ക്ലാസ്സിൽ? ഇനി 2 നിങ്ങളെ ക്ലാസ് എന്താണ് ജനലുള്ളെങ്കിൽ ജനലിന്റെ 2 ചിത്രം വരയ്ക്കുക. എന്നിട്ട് എണ്ണം ഇവിടെ 2 എന്ന് എഴുതുക. ഓക്കെ. ഇനി വാതിൽ 1 ആണോ 2 ആണോ നോക്കുക. ചിലടത്ത് എന്താ ചില സ്കൂളിൽ 2 ഉണ്ടാവില്ല, ചില സ്കൂളിൽ 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ വാതിൽ 1 ആണെങ്കിൽ ഒരു വാതിലിന്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എണ്ണം ഇവിടെ 1 എന്ന് എഴുതുക. ബോർഡ് എത്ര ഉണ്ട്? 1 അല്ലേ. അപ്പോൾ ബോർഡിന്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എണ്ണം ഇവിടെ എഴുതുക. ഓക്കെ. പിന്നെ ഓരോന്നിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ വിൻഡോൻ്റെത് എത്ര നെയിം ഓഫ് നമ്പർ ഇൻ പിക്ചർ അല്ലേ. വിൻഡോൻ്റെ വരുമ്പോൾ എന്താണ് വിൻഡോൻ്റെ ചിത്രം നിങ്ങൾ വരയ്ക്കുക. 2 ആണെങ്കിൽ 2 വിൻഡോൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് നമ്പർ ഇവിടെ 2 എന്ന് എഴുതുക. ഡോറ് 1 ആണെങ്കിൽ ഡോറിൻ്റെ ഒരു ചിത്രം വരയ്ക്കുക. എന്നിട്ട് 1 എന്ന് എഴുതുക. ബ്ലാക്ക് ബോർഡ് ക്ലാസ്സിൽ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. ക്ലാസ്സിലാണോ സ്കൂളിലാണോ? ക്ലാസ്സിലാണെങ്കിൽ ഒരു ബോർഡ് അല്ലേ. സ്കൂളിലാണെങ്കിലോ ക്ലാസ്സിൽ എത്ര സ്കൂളിൽ എത്ര ക്ലാസ് ഉണ്ടോ അത്രയും ബ്ലാക്ക് ബോർഡ് ഉണ്ടാവില്ലേ. അപ്പം ചിത്രം വരച്ചിട്ട് നിങ്ങൾ എണ്ണം എഴുതുക. സ്വിച്ച് ബോർഡ് അതേപോലെ തന്നെ ഫാൻ എത്രണ്ണാന്ന് ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഫാനിൻ്റെ എണ്ണം എഴുതുക. ലൈറ്റ് അതുപോലെ ലൈറ്റിൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് എന്തൊക്കെ എണ്ണം എഴുതുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള ക്വസ്റ്റ്യൻസ് എഴുതുക. എങ്ങനെ എഴുതുക? ഹൗ മെനി സ്വിച്ച് ബോർഡ് ആർ ദർ, ഹൗ മെനി ഫാൻ ആർ ഇൻ ദ സ്കൂൾ, ഹൗ മെനി ബ്ലാക്ക് ബോർഡ് ഇൻ ദ സ്കൂൾ അല്ലേ, ഹൗ മെനി വിൻഡോസ് ആർ ഇൻ ദ സ്കൂൾ അല്ലേ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലേ. എത്ര സ്കൂളിൽ എത്ര ഡോറുണ്ട്, സ്കൂളിൽ എത്ര ബോർഡ് ഉണ്ട്, പിന്നെ സ്കൂളിൽ എത്ര ജനലുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക, പിക്ചർ റീഡിംഗ് ആണ് കേട്ടോ. എന്താണ് പിക്ചർ റീഡിംഗ്? നമുക്ക് ചിത്രം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Look at the pictures on page 173. Which animals and birds do you see? Write in this table. എന്താണ്? Look at the picture. പേജ് 173 ഉള്ള ചിത്രം നോക്കുക. ഏതാണ്? അതിൽ ആനിമൽസും ബേർഡ്സും നിങ്ങൾ അതിൽ കാണുന്നില്ല. അത് ടേബിൾ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പേജ് 173 ചിത്രം നോക്കുക. ചിത്രത്തിൽ എന്തെല്ലാം ജീവികളുണ്ട്, അതിൽ എന്താ പട്ടികയിൽ എന്താണ് അതിൻ്റെ പേര് എഴുതാൻ അല്ലേ. അതിലെന്തൊക്കെയുണ്ട് നമുക്ക് നോക്കുക. പേജ് 173 ഇതാണല്ലേ നമ്മളെ തുടക്കത്തിലുള്ളത് അല്ലേ. ഇതിലൊക്കെ ഉള്ളത് അതിലെത്ര മങ്കീസ് ഉണ്ട്, എന്തൊക്കെയാണ് ഉള്ളത് അതിലെ? പാരറ്റ് ഉണ്ട്, പിന്നെ സ്പാരോസ് ഉണ്ട്, ക്രോ ഉണ്ട് അല്ലേ, മങ്കി ഉണ്ട്, പിന്നെന്താണ് സ്ക്വിരൽ ഉണ്ട്, പിന്നെന്താ റാബിറ്റ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, ഫോക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒക്കെ അപ്പോൾ ഓരോന്നിനും നിങ്ങൾ എന്താക്കുക എണ്ണീട്ട് എഴുതുക അതിൽ. ഓക്കെ. റാബിറ്റ് എത്ര ഉള്ളത്? 1 2 3. അപ്പോൾ റാബിറ്റിന് എഴുതിയിട്ട് 3 എഴുതുക. അതുപോലെ എന്താണ് സ്ക്യൂരൽ എത്ര ഉള്ളതെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7 8 ഉണ്ടല്ലോ. അപ്പോൾ സ്ക്യൂരൽ എഴുതിയിട്ട് 8 ചെയ്തുക. മങ്കി എത്ര ഉണ്ട് തന്നെ നോക്കുക. 1 2 3 4 5 6 അല്ലേ. ഒരാളെന്താ തൂങ്ങി കിടക്കുന്നത് അല്ലേ, 6. ഇനിയുണ്ടോ? അപ്പോൾ അത് മങ്കി എന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ എന്താക്കുക എണ്ണം എഴുതുക. അപ്പോൾ ഓരോ ജീവികളുടെ പേരും എഴുതിയിട്ട് നിങ്ങൾ എന്താക്കുക എണ്ണം നോക്കിയിട്ട് അവിടെ എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാക്കാൻ പറ്റും അല്ലേ. എത്ര മങ്കീസ് ഉണ്ട് അല്ലേ, ഹൗ മെനി മങ്കീസ് അല്ലേ. പിന്നെ ഹൗ മെനി സ്ക്യൂരൽസ്, പിന്നെ ഹൗ മെനി ക്രോസ്, ഹൗ മെനി സ്പാരോസ്, ഹൗ മെനി റാബിറ്റ്സ്, അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ നിങ്ങൾക്ക്. അപ്പോൾ ഹൗ മെനി അങ്ങനെ നോക്കുക അല്ലേ. എത്ര കുരങ്ങന്മാരുണ്ട്, എത്ര മുയലുകളുണ്ട്, എത്ര പൂച്ചകളുണ്ട്, എത്ര അണ്ണാറക്കണ്ണന്മാരുണ്ട് അല്ലേ, എത്ര തത്തകളുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ. എത്ര കുട്ടികൾ എന്നാണ്. ദ ടേബിൾ ഷോസ് ദ ഡാറ്റ ഓഫ് സ്റ്റുഡൻസ് ഇൻ മിലാൻ സ്കൂൾ. ഈ ടേബിളിൽ കാണിക്കുന്നത് മിലാൻ്റെ സ്കൂളിലുള്ള കുട്ടികളുടെ വിവരങ്ങളാണ് താഴെ കാണിക്കുന്നത് അല്ലേ, ആ ടേബിളിൽ കാണിക്കുന്നത്. മിലന്റെ സ്കൂളിലെ കുട്ടികളുടെ വിവരമാണ് ചുവടെ കാണിക്കുന്നത്. ഇനി ക്ലാസ് 1 നോക്കൂ. ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും കൊടുത്തിട്ടുണ്ട് അല്ലേ. ക്ലാസ് 1, അതുപോലെ ക്ലാസ് 2, ക്ലാസ് 3 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 1 ക്ലാസ്സിലത്തെ 1 നമ്പർ ഓഫ് ബോയ്സ് എത്ര 15, നമ്പർ ഓഫ് ഗേൾസ് 19 ആണ് അല്ലേ. ക്ലാസ് 2 നമ്പർ ഓഫ് ബോയ്സ് 20, നമ്പർ ഓഫ് ഗേൾസ് 20. ക്ലാസ് 3 നമ്പർ ഓഫ് ബോയ്സ് 19, നമ്പർ ഓഫ് ഗേൾസ് 22 ആണ്. ക്ലാസ് 4 നമ്പർ ഓഫ് ബോയ്സ് 20, നമ്പർ ഓഫ് ഗേൾസ് 70 ആണ് അല്ലേ. വിച്ച് ക്ലാസ് ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് ഗേൾസ്? അപ്പോൾ ഏത് ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികളുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികളുള്ളത്? ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ഏത് ക്ലാസ്സിലാണ്? ഏതിനാണ് കൂടുതൽ ഗേൾസ് ഉള്ളത്? നോക്കൂ, ഇതാണ് ഗേൾസിൻ്റെ അല്ലേ. അപ്പോൾ ഏതാണ് ഇത്? 19 20 22 17 ആണല്ലേ. അപ്പോൾ അതിൽ കൂടുതൽ ഏതാ? 22 അല്ലേ. അപ്പോൾ ക്ലാസ് 3 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ക്ലാസ് 3 എന്ന് എഴുതല്ലേ. നെക്സ്റ്റ്, വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ? അപ്പോൾ ഏത് ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികൾ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ളത് ഏത് ക്ലാസ്സിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കണം, ആദ്യത്തെ 1ാം ക്ലാസ്സിലത്തെ നമ്പർ ഓഫ് ബോയ്സും ഗേൾസിൻ്റെ എണ്ണം കൂട്ടുക അല്ലേ. അപ്പോൾ 15 + 19 എത്രയാണെന്ന് സൈഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? ഇതുപോലെ നമ്മൾ എന്താക്കുക, ഓരോ ക്ലാസ്സിലെ കുട്ടികളെ എണ്ണവും കൂട്ടുക. നമ്പർ ഓഫ് ബോയ്സ് നമ്പർ ഓഫ് ഗേൾസിൻ്റെയും എണ്ണം തമ്മിൽ പ്ലസ് ചെയ്യുക. 15 + 19 34 ആണ്. പിന്നെ ക്ലാസ് 2 20 + 20 40 ആണ്.
ക്ലാസ് 3 90 + 22 നിങ്ങൾ സൈഡ് കൂട്ടി വെക്കും, അപ്പോൾ 41 കിട്ടും. പിന്നെ ക്ലാസ് 4 20 + 17 ആണ്, അപ്പോൾ എന്താ 37 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആ ചോദ്യം എന്തായിരുന്നു, ഏത് ക്ലാസ്സിലാണ് കൂടുതൽ കുട്ടികളുള്ളത് അല്ലേ? അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 41 ആണല്ലേ. അപ്പോൾ ക്ലാസ് 3ലാണ് എന്ത് കൂടുതൽ കൂടുതൽ എണ്ണമുള്ള കുട്ടികളുള്ളത് അല്ലേ? ഹൗ മെനി ബോയ്സ് ആർ ഫ്യൂവർ ഇൻ ക്ലാസ് 4 ദാൻ ദ ബോയ്സ് ഇൻ ക്ലാസ് 1? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കുറവാണ് 1ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം? 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കുറവാണ് 1ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം? അപ്പോൾ 1ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം നോക്കിയിട്ട് അത് മൈനസ് ചെയ്യുക. അപ്പോൾ 1ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 15. 4ാം ക്ലാസ്സിലെ 20 ആണ് അല്ലേ? അപ്പോൾ 20 - 15 കുറച്ച് എത്രയാണ്? 5. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 5 ആണ് അല്ലേ? ഓക്കെ, ദെൻ 5 ആണ് അല്ലേ കുറവ്. ദെൻ വിച്ച് ക്ലാസ്സസ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ബോയ്സ്? ഏതൊക്കെ ക്ലാസ്സിലെ ഒരേ നമ്പറുള്ള ആൺകുട്ടികളുള്ളതെന്ന്, ഒരേ എണ്ണം ആൺകുട്ടികൾ ഉള്ളത് ഏതൊക്കെ ക്ലാസ്സുകളിലാണ്? ഏതൊക്കെ ക്ലാസ്സിലെ ഒരേ എണ്ണം ക്ലാസ് ഉള്ളത് ആൺകുട്ടികളുടെ എണ്ണം? ഒരേ ഉള്ളോ? ഇല്ല അല്ലേ, എല്ലാം ഡിഫറെൻ്റ് ഉണ്ട്. ഇതാ 2ഉം 4ഉം അല്ലേ? അപ്പം ക്ലാസ് 2ലും ക്ലാസ് 4ലാണ് എന്ത് ഒരേ എണ്ണം ബോയ്സ് ഉള്ളത് അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? In Milan school, how many boys are there? How many girls are there? What is the total number of students? മിലന്റെ സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം എത്ര, പെൺകുട്ടികളുടെ എണ്ണം എത്ര, ആകെ കുട്ടികളുടെ എണ്ണം എത്ര? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൺകുട്ടികളുടെ എണ്ണം മൊത്തം കൂട്ടുക അല്ലേ, പിന്നെ പെൺകുട്ടികളുടെ എണ്ണം മൊത്തവും കൂട്ടുക അല്ലേ. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം കിട്ടും, പെൺകുട്ടികളുടെ എണ്ണവും കിട്ടും അല്ലേ. ഇനി ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ എന്താ? നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം മൊത്തം കൂട്ടില്ല, അതിനോട് പെൺകുട്ടികളുടെ എണ്ണം മൊത്തം കൂട്ടില്ല, അതും കൂടി പ്ലസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കിത് പ്ലസ് ചെയ്ത് എന്ത് കിട്ടും? നമ്പർ ഓഫ് ബോയ്സ്. സ്കൂളിലുള്ള ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 15 + 20 എത്രയാണ്? 35 അല്ലേ. 35 + 19 എത്രയാണ്? 54 അല്ലേ. പിന്നെ 54 + എത്ര? 20 എത്രയാണ്? 74 അല്ലേ. അപ്പോൾ ആൺകുട്ടികളുടെ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? 74 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ 15 + 20 + 90 + 20 = എത്രയാണ്? 74 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 74 എന്ന് എഴുതി. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ഗേൾസിൻ്റെ എങ്ങനെ നോക്കൂ? നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാൻ മൊത്തം കൂട്ടുക അല്ലേ. അപ്പോൾ 19 + 20 എത്രയാണ്? സൈഡിൽ നിന്ന് കൂട്ടി നോക്കൂ, 39 എന്ന് കിട്ടും അല്ലേ. ഈ 39 + 22 എത്രയാണ്? 61 എന്ന് കിട്ടും അല്ലേ. 61 + 17 എത്രയാണ്? 78 അല്ലേ. അപ്പോൾ ഗേൾസിൻ്റെ എണ്ണം എത്രയാണ്? മൊത്തം ഗേൾസിൻ്റെ എണ്ണം 78. ഓക്കെ, ഇനി എന്താക്കുക? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് എന്താക്കുക? ഇത് രണ്ടും കൂടി കൊണ്ട് പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് 74 + 78 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 152. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് എന്താക്കാം? നമുക്ക് എന്ത് കിട്ടും? 152 എന്ന് എഴുതാം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു 152 എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ കിട്ടിയല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ കിട്ടിയ എങ്ങനെയാണ്? സ്കൂളിലെ മൊത്തം ബോയ്സിൻ്റെ എണ്ണവും മൊത്തം ഗേൾസിൻ്റെ എണ്ണം കൂടി കൂട്ടിയിട്ടാണ് എന്ത് നമുക്ക് മൊത്തം കുട്ടികളുടെ എണ്ണം കിട്ടുക അല്ലേ. ഇനി നമുക്ക് എന്താക്കുക? ആദ്യം ഒരു ഇവിടെ നമ്പർ ഓഫ് ബോയ്സ് ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുടെ എണ്ണം അങ്ങനെ നോക്കിയില്ലേ ഇനിയോ? അപ്പോൾ അത് 34 40 40 37 അതെല്ലാം കൂടി കൂട്ടിയാലും എന്താക്കണം? നമുക്ക് 152 കിട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ 152 കിട്ടും അല്ലേ. 34 + 40 + 41 + 37 = 152 കിട്ടില്ല. ഒന്നുകിൽ എന്താക്കുക? നിങ്ങൾ നമ്പർ ഓഫ് ബോയ്സ് ക്ലാസ് സ്കൂളിലുള്ള മൊത്തം ബോയ്സിൻ്റെ എണ്ണം കൂട്ടിയത് ഇവിടെ എഴുതുക, സ്കൂളിലുള്ള മൊത്തം ഗേൾസിൻ്റെ എണ്ണം കൂട്ടി ഇവിടെ എഴുതുക, എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താക്കും? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടും അല്ലേ. ദെൻ നെക്സ്റ്റ് വേറൊരു മെത്തേഡ് ചെയ്യാന്ന് വെച്ചാൽ ക്ലാസ് 1 എത്ര കുട്ടികളുണ്ട്, ക്ലാസ് 2 എത്ര കുട്ടികളുണ്ട്, ക്ലാസ് 3 എത്ര കുട്ടികളുണ്ട്, ക്ലാസ് 4 എത്ര കുട്ടികളുണ്ട് നമ്മൾ കൂട്ടില്ലേ. അതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്താക്കും? അങ്ങനെയും നമുക്ക് എന്താക്കാം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ നോക്കൂ, ഇവിടെ ഹൗ മെനി ബോയ്സ് ആർ ദർ എന്നല്ലേ, എത്ര ബോയ്സ് ഉണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മൾ ബോയ്സിൻ്റെ എണ്ണം കൂട്ടിയപ്പോൾ എന്താ? 74 അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? 74 ബോയ്സ് ആർ ദർ എന്ന് എഴുതുക കേട്ടോ നിങ്ങൾ. 74 ബോയ്സ് ആർ ദർ. ഹൗ മെനി ഗേൾസ് ആർ ദർ എന്നല്ലേ ചോദിച്ചത്? എത്രയാ? 78 ഗേൾസ് ആർ ദർ അല്ലേ. ഇനി വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 152 അല്ലേ. അതായത് നമ്മൾ 74 + 78 = എന്ത് കിട്ടും? 152 അല്ലേ. 152. ഓക്കെ, ഇതാണ് എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് ഇവിടെ എഴുതാം അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 152 എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ,
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ടോട്ടൽ നമ്പർ എഴുതുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ, നമ്മളെ പാഠം തന്നെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് നോക്കിയിട്ട് നമ്മൾ അതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. പിന്നെ അതുപോലെ എന്താണ് ചിത്രങ്ങൾ കണ്ടിട്ട് അതിന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക, അത് മനസ്സിലാക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ളത് തന്നെ നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് എന്താക്കുക, ചെടികൾ ഉണ്ടാവും, മരങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ മരങ്ങളിൽ നോക്കി വീട്ടിൽ എത്ര മരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എണ്ണി നോക്കുക. അതുമാതിരി വീട്ടിൽ എത്ര ചെടികളുണ്ട് എന്ന് എണ്ണി നോക്കുക, ചെടിച്ചട്ടികളുണ്ട് എന്ന് എണ്ണി നോക്കുക. ഇനി വീട്ടിൽ പൂമ്പാറ്റകൾ വരുന്നുണ്ടെങ്കിൽ പൂമ്പാറ്റകൾ എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കുക അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് തന്നെ ചോദ്യം ഉണ്ടാക്കുക അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അല്ലേ. എങ്ങനെയാ ഹൗ മെനി ബട്ടർഫ്ലൈസ് ആർ ഹിയർ, പിന്നെ എന്താണ് ഹൗ മെനി, പിന്നെ നമുക്ക് എന്താണ് കിളികളൊക്കെ വരുന്നുണ്ടാവും അല്ലേ, ക്രോസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഹൗ മെനി ക്രോസ് ആർ ദർ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സ്വയം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി എന്താക്കുക, മാർക്കും വാങ്ങുക. ഓക്കെ, താങ്ക് യു.